ഹമാസ് ഭീകരർക്ക് വേണ്ടി കാലിഫോർണിയയിൽ ബോംബാക്രമണം നടത്താൻ പദ്ധതിയിട്ട തീവ്ര ഇടതുപക്ഷ പ്രവർത്തകൻ പിടിയിൽ. കാറ്റൽ ഐലൻഡ് ലിബറേഷൻ ഫ്രണ്ട് എന്ന തീവ്ര ഇടതുപക്ഷ സംഘടനയുടെ പ്രവർത്തകരാണ് പിടിയിലായത്. വിവരങ്ങൾ നൽകും ഐസൻ ജോസ്. ഐസൻ, ഈ ഹമാസ് ഭീകരർക്ക് വേണ്ടി കാലിഫോർണിയയിൽ ഒരു ബോംബാക്രമണം നടത്താൻ ഈ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകരുടെ പദ്ധതി, ആരാണ് ഈ പദ്ധതിയിട്ട ഈ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകരുടെ തലവൻ? ഇദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ ഐസൻ? ആക്ച്വലി ടർട്ടിൽ ഐലൻഡ് ലിബറേഷൻ ഫ്രണ്ട്, അതായത് നോർത്ത് അമേരിക്കയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ക്യാപിറ്റലിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെ, നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ടർട്ടിൽ ഐലൻഡ് ലിബറേഷൻ ഫ്രണ്ട്. ടർട്ടിൽ ഐലൻഡ് എന്ന് പരാമർശിക്കുന്നത് നോർത്ത് അമേരിക്കയാണ്. ഈ നോർത്ത് അമേരിക്കൻ പ്രദേശങ്ങളിലെ രാജ്യങ്ങളായ, അതായത് അമേരിക്ക, കാനഡ, മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മറ്റു ചില രാജ്യങ്ങളുമെല്ലാം തന്നെ ഉൾപ്പെടുന്ന പ്രദേശത്തെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്ന ഒരു സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിട്ടി സ്വപ്നം കാണുന്ന ഒരു വിഭാഗമാണ് ഈ ഭീകര സ്വഭാവമുള്ള സംഘടന. അത്തരത്തിലുള്ള ഒരു ഭീകര സംഘടനയാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാലിഫോർണിയയിൽ പദ്ധതിയിട്ടത്. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ വിട്ടിരുന്നു. ഇത്തരത്തിലുള്ള പദ്ധതികൾ പലരും ആസൂത്രണം ചെയ്യുന്നുണ്ട്, അക്കാര്യങ്ങളിൽ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ 4 പേർ പിടിയിലായിട്ടുള്ളത്. ഈ ഗൂഢാലോചന നടത്തിയ 4 പേരെയും പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന 4 പേരെ ഓഡ്രെ ഇല്ലാനെ കാരൽ, സാച്ചറി ആരോൺ പേജ്, ഡാൻഡ്രെ ഓഡ്രെ ഇല്ലാനെ, ടിന ലൈ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ പിടിയിലായ 4 പേർക്കും നേരിട്ട് ഈ നീക്കത്തിൽ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലിനെതിരെ ഹമാസിന് വേണ്ടി പോലും ഇവർ ആക്രമണത്തിന് മുതിരുന്നു എന്നതാണ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക റാഡിക്കലിസ്റ്റുകളുമായി ചേർന്ന് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ അല്ലെങ്കിൽ ഇടതു ഭീകര സംഘടനകൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ പോലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്നു എന്ന ഒരു സൂചന കൂടി ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതുണ്ട്. കേവലം 4 പേരുടെ അറസ്റ്റ് എന്നതിനപ്പുറം ടർട്ടിൽ ഐലൻഡ് ലിബറേഷൻ ഫോറം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും ഒരു പരിധിവരെ അത് ചില ഇസ്ലാമിക സംവിധാനങ്ങളുടെ ഭാഗമായി ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതിനെ ഒരു തീർച്ചയായും അത് തന്നെയാണ്. ഹമാസ് ഭീകരർക്ക് വേണ്ടി കാലിഫോർണിയയിൽ ബോംബാക്രമണം നടത്താൻ പദ്ധതിയിട്ട തീവ്ര ഇടതുപക്ഷ പ്രവർത്തകരാണ് പിടിയിലായിരിക്കുന്നത്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.